എന്താ കേരളത്തിന്റെ സ്ഥിതി? സ്ഫോടകാത്മകമായ അവസ്ഥയിൽ നിൽക്കുന്നു. നോക്കിയാൽ എന്തൊരു ശാന്തത, എന്തൊരു സമാധാനം. എത്ര നാൾ നിങ്ങൾക്കറിയോ ഈ നാട് എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്? പോലീസിന്റെ ഒരു 10-25% പൂർണ്ണമായും ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സംശയം നിങ്ങളതിന് കരുതണ്ട. പലരും നിങ്ങളിൽ അനുഭവസ്ഥരല്ലേ? അപ്പൊ ആ ക്രിമിനൽ വൽക്കരണം വന്ന് ഈ രാജ്യത്തിന്റെ പൊതുമുതൽ പോലും എയർപോർട്ട് വഴി വരുന്ന സ്വർണം അത് പിടിച്ചെടുത്താൽ സർക്കാരിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ട, ഈ നാടിന്റെ അസറ്റായി മാറേണ്ട സ്വർണം ഒരു വിഭാഗം വലിയൊരു ശതമാനം അടിച്ചു മാറ്റുന്നു. അതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ കൊലകൾ നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ നടത്തുന്ന പ്രസംഗമാണ്. വലിയ ജനക്കൂട്ടമാണ്, നിങ്ങൾക്ക് കാണാം. നിലമ്പൂരിൽ അത്യധികം വലിയ ജനക്കൂട്ടമാണ്. സമീപകാലത്തൊന്നും ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് ഇത്ര രാഷ്ട്രീയ പ്രാധാന്യം കൈവന്നിട്ടില്ല. അൻവർ തുടരുകയാണ്. അൻവർ ഇപ്പോൾ പറയുന്നത് പൊതുവിഷയങ്ങളാണ്. അതിനപ്പുറത്ത് എന്ത് അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. എങ്ങനെയാണ് ഞാൻ ഈ വിഷയം ഇത്ര മാത്രം ഗൗരവതരമായി കേരളം ചർച്ച ചെയ്യാൻ വേണ്ടി വന്നത്? ഇത് ഒരു ദിവസമോ 2 ദിവസമോ 10 ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാക്കാം ഉത്തരവാദിത്തപ്പെട്ടവർ അറിയാതെ പോയതാണ് എന്ന്. കഴിഞ്ഞ 3 വർഷം കോഴിക്കോട് എയർപോർട്ട് കരിപ്പൂർ വഴി നടക്കുന്നത് ഈ ഒരു വലിയ തട്ടിപ്പ്. എങ്ങനെയാണ് പോലീസിന് ഇവരെ പിടിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് കസ്റ്റംസിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടു പോരുന്നത്? ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, പോലീസ് നടപടി സ്വീകരിക്കുന്നത് കൊണ്ട് കള്ളക്കടത്തുകാർക്ക് കള്ളക്കടത്ത് നടത്താൻ ചെറിയ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോ അൻവർ ഉന്നയിക്കുന്നതിന് പിന്നിൽ ഈ പോലീസിനെ മാറ്റിക്കഴിഞ്ഞാൽ വലിയ കള്ളക്കടത്ത് നടത്താനുള്ള സൗകര്യമുണ്ടാകുമല്ലോ, ആ ലോബിയെ സഹായിക്കാനാണോ ഈ അൻവർ ഈ വിഷയം ഉന്നയിച്ചത് എന്നതിലേക്ക് കൊണ്ടുവച്ച് നിർത്തിയിരിക്കുകയാണ്. ഞാനതിലേക്ക് വിശദീകരിക്കാം. അപ്പോ ഇങ്ങനെ ഈ വിഷയം നടക്കുന്നു എന്ന് ആവർത്തിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം പറയപ്പോ MLA തെളിവെന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറയും എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല. ഇപ്പോഴത്തെ കാര്യമില്ല, ഒരു 5-8 മാസം മുമ്പത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഈ സാജൻ സ്കറിയയുടെ വിഷയം വരികയും സാജൻ സ്കറിയയെ കേസിൽ കൊടുക്കാതെ രാജ്യദ്രോഹ കുറ്റമായ വയർലെസ് ചോർത്തിയതിൽ പോലും ശക്തമായ നടപടിയെടുക്കാതെ സാജൻ സ്കറിയയെ രക്ഷപ്പെടുത്തി വിട്ടപ്പോഴാണ് എന്റെ കണ്ണു തുറക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇതിലെന്തോണ്ടല്ലോ, ഇതുപോലൊരു രാജ്യദ്രോഹിയെ ഈ ADGP അജിത് കുമാറും ശശിയും കൂടി രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ഒരു നന്മയുള്ള ഒരു ഓഫീസർക്കോ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ എടുക്കാവുന്ന നിലപാടല്ല അവരെടുത്തത്. അപ്പൊ ആ അന്വേഷണമാണ് നോക്കുക. എന്ത് കഷ്ടം. കടന്നിരിക്കുകയാണ്. മൈക്ക് വീണ്ടും തകരാറാവുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് അതിലൊരു തടസ്സം വരുന്നത്. പി ശശിയെ 8 മാസങ്ങൾക്ക് മുമ്പ് കണ്ട കാര്യമാണ് ഇപ്പോൾ അൻവർ പറയുന്നത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുമ്പിൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളാണ്, ഞാൻ പുതുതായി പെട്ടെന്ന് ഉന്നയിച്ച കാര്യങ്ങളല്ല. 8 മാസം മുൻപ് പി ശശിയോട് സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ അൻവർ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സുദീർഘമായൊരു പ്രസംഗത്തിലേക്കാണ് കടക്കുന്നത് എന്ന് തോന്നുന്നു.